ആലപ്പുഴ കായംകുളത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവതി രക്ഷാപ്രവർത്തനത്തിനിടെ ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്നതിൽ അന്വേഷണത്തിൽ വീഴ്ചയില്ലെന്ന് പോലീസ്. സംസ്ഥാന പോലീസ് മേധാവിക്ക് ആലപ്പുഴ SP നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. എന്നാൽ കേസ് അന്വേഷണത്തിൽ നിന്ന് SHOയെ നീക്കി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ച പ്രതി സിനിൽ സബാദ് ഒളിവിലെന്നാണ് സൂചന. 15 ദിവസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. ഈ മാസം 4-ന് നടന്ന സംഭവത്തിൽ 10 ദിവസം പിന്നിട്ടിട്ടും അന്വേഷണ പുരോഗതിയില്ലെന്ന യുവതിയുടെ പരാതിയിലായിരുന്നു DGP റിപ്പോർട്ട് തേടിയത്. കായംകുളം പോലീസ് കേസ് അട്ടിമറിച്ചെന്നും യുവതി ആരോപിച്ചു. എന്നാൽ കേസ് അന്വേഷണത്തിലും പ്രതിക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിലും കായംകുളം പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് DGPക്ക് നൽകിയ റിപ്പോർട്ടിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ പറയുന്നു. സിനിൽ സബാദിനെതിരെ ചുമത്തിയത് സ്റ്റേഷൻ ജാമ്യം നൽകാവുന്ന വകുപ്പുകളായിരുന്നതിനാലാണ് നോട്ടീസ് നൽകി വിട്ടയച്ചതെന്ന വിശദീകരണവും റിപ്പോർട്ടിലുണ്ട്. ഇത് കംപ്ലൈനന്റ് പോലീസും തമ്മിൽ ഇതിൽ ഡിഫറൻസിൻ്റെ ഒപ്പിൻ്റെ ആവശ്യമില്ല. കാരണം ഇതൊരു സക്സസ്ഫുൾ പ്രോസിക്യൂഷനാണ് നമ്മൾ ഈ സമയം മുതൽ അത് നോക്കുന്നത്. ആ തരത്തിലുള്ള എന്തെങ്കിലും വീഴ്ചകളോ മറ്റേതെങ്കിലും ഒമിഷൻസോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് DYSPയുടെ ഇൻവെസ്റ്റിഗേഷൻ എടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ ചൊവ്വാഴ്ച തന്നെ കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നെന്നും ജില്ലാ പോലീസ് മേധാവി. അതേസമയം കായംകുളം SHO കേസ് അന്വേഷണത്തിലും പെരുമാറ്റത്തിലും നീതി പുലർത്തിയില്ലെന്ന ആക്ഷേപവും പരാതിക്കാരി ഉയർത്തി. ഇതോടെ അന്വേഷണ ചുമതലയിൽ നിന്ന് SHOയെ നീക്കി. കായംകുളം DYSPയാണ് ഇനി കേസ് അന്വേഷിക്കുക. എറണാകുളം DIG അരുൺ B കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം. നോട്ടീസ് നൽകി വിട്ടയച്ച സിനിൽ സബാദ് ഒളിവിൽ പോയതായാണ് സംശയം. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാരവാഹിയായിരുന്ന സിനിലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.